നെടുമ്പാശ്ശേരിയിൽ യുവാവിന് CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഐവിൻ ജിജോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതായത് ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരിക്കാണെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അർച്ചനയുണ്ട് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അർച്ചന, എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഐവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കാറിന്റെ ബോണറ്റിൽ കിടത്തിക്കൊണ്ട് ഒരു കിലോമീറ്ററോളം വലിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ് നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു രീതിയിൽ പരിശോധിക്കുമ്പോൾ നിലത്ത് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ടാകാം എന്ന് തന്നെയല്ലേ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്? അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പരിക്കുകളോ മറ്റോ പറയുന്നുണ്ടോ റിപ്പോർട്ടിനകത്ത്? തീർച്ചയായും ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരിക്കെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുകയാണ്. തല മതിലിലോ മറ്റോ ഇടിച്ചതായി സംശയമുണ്ട്. ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളിലും പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമായും ഇത്തരത്തിൽ കാർ ഓടിച്ചിരുന്ന CSF ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ബോണറ്റിൽ ഇരുത്തിയാണ് ഐവിനെ ഒരുപാട് ദൂരം കൊണ്ടുപോയത്. ഇതിനിടെയാണ് ഇത്തരത്തിൽ പരിക്കേറ്റതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല കാറ് ബോണറ്റിലിട്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കുകയും പിന്നീട് നായത്തോടിന് സമീപം സഡൻ ബ്രേക്ക് ഇട്ട് താഴേക്ക് ഇടുകയുമായിരുന്നു. ഈ വേളയിലായിരിക്കാം ഒരു ചിലപ്പോൾ തലയ്ക്ക് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത്തരത്തിൽ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥർ CISF ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒപ്പം തെളിവെടുപ്പടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് എന്തെങ്കിലും കടക്കുകയും ചെയ്യുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഐവിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമാണ് വീട്ടിലെത്തിച്ചത്. നാളെ ആയിരിക്കും ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. അർച്ചന, നമ്മൾ തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും ക്രൂരമായ ഒരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അതിലേറെ ക്രൂരമായി, ഏതാണ് ഏറ്റവും കൂടുതൽ ക്രൂരത എന്ന രീതിയിലില്ല, ക്രൂരതയ്ക്ക് ഒരളവില്ല. ഏറ്റവും ക്രൂരമായി തന്നെയാണ് ഐവിൻ ജിജോയോടും ഈ CIS ഉദ്യോഗസ്ഥർ കാണിച്ചത്. ഏറ്റവും നിസ്സാരമായ ഒരു സംഭവത്തിന് കാറ് പരസ്പരം ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നിസ്സാരമായ ഒരു ഉരസൽ കാറുകൾ തമ്മിൽ സംഭവിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ സംസാരമാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഐവിനെ കാറിടിപ്പിച്ച് അതിനുശേഷം ബോണറ്റിൽ കിടത്തി 1.5 കിലോമീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടാണ് അതാണ് ഐവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വരുന്നത് ഗുരുതരമായ കണ്ടെത്തലാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അർച്ചന? പ്രധാനമായും നമുക്ക് ഇപ്പോൾ പ്രാഥമികമായ കണ്ടെത്തൽ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ഇപ്പോൾ ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരിക്കെന്നാണ് പ്രധാനമായും ഇതിൽ പറയുന്നത്. മറ്റൊന്ന് തല മതിലിലോ മറ്റോ ഇടിച്ചതായും സംശയമുണ്ട്. ഇത് കൂടാതെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ ബോണറ്റിലിരുത്തി പിന്നീട് 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് താഴേക്ക് സഡൻ ബ്രേക്ക് ഇട്ട് താഴേക്ക് ഇടുകയായിരുന്നു ചെയ്തത്. അതിനിടെ വലിയ രീതിയിൽ ഐവിന് പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല ക്രൂരമായാണ് ഇവർ ഈ കൃത്യം ചെയ്തത്. ചെറിയൊരു തർക്കം, അതാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലടക്കം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിനയ് കുമാർ ദാസ് ഒപ്പം മോഹൻകുമാർ എന്നിവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. മാത്രമല്ല തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. കൂടാതെ അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയായിരിക്കും. കാരണം തലക്കേറ്റ ക്ഷതം അത് തന്നെയാണ് ഈ മരണകാരണം എന്നിപ്പോൾ അടിവരയിടുകയാണ്. എന്തായാലും ഇതൊരു കൊലപാതകമാകുകയാണ്. ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. ശരി, അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു.